ഓപ്പൺ ടേസ്റ്റിന്റെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾ കാണുന്നതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇന്നൊരു അടിപൊളി വീഡിയോയുമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നല്ല പച്ച മാങ്ങ കൊണ്ട് നമുക്ക് നല്ലൊരു അച്ചാർ ഉണ്ടാക്കാം എന്നുള്ളതാണ്. നമ്മുടെ അമ്മമാരൊക്കെ പഴയ കാലങ്ങളിൽ ചെയ്തിരുന്നത് പോലുള്ള ട്രഡീഷണൽ രീതിയിലാണ് ഇന്നത്തെ അച്ചാർ തയ്യാറാക്കുന്നത്. ഏകദേശം 15 പിരിയൻ മുളകാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് വെള്ളത്തിൽ കുതിർക്കാനായി വയ്ക്കാം. ഇനി നമുക്ക് മാങ്ങ കട്ട് ചെയ്യാം. ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മാങ്ങ കട്ട് ചെയ്തിട്ടുള്ളത്. വലിപ്പം കൂടുകയോ കുറയോ ഒക്കെ നമുക്ക് ചെയ്യാം. ഓരോരുത്തരുടെ രീതിക്ക് അനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ മാങ്ങയിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്തിട്ട് ഞാനിവിടെ ഒരു 3-4 സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. കാരണം ഞാനിപ്പോൾ എടുത്തിട്ടുള്ള മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണ്. ഒരു 4-5 സ്പൂണോളം ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് ചേർത്തതിന് ശേഷം നമുക്കൊരു 5-6 മണിക്കൂർ ഇതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. ഈ കുതിർക്കാനായി വെച്ചിരുന്ന മുളക് 1 മണിക്കൂറാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചത്. ഇതിനെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഈ മുളകിനോടൊപ്പം തന്നെ മറ്റൊന്നു കൂടെ ഞാൻ ചേർത്ത് അരയ്ക്കുന്നുണ്ട്. 1 സ്പൂൺ കടുകാണ്, മുഴുവൻ കടുക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുകൂടെ ചേർത്ത് നല്ലതുപോലെ നമുക്ക് അരച്ചെടുക്കണം. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. ഇനി ഈ അച്ചാറിന് ആവശ്യമുള്ളത് വെളുത്തുള്ളിയും പച്ചമുളകുമാണ്. 20 അല്ലിയോളം വെളുത്തുള്ളിയും 4 പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ എടുക്കാം. അതിലേക്ക് ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കുന്നത് നല്ലെണ്ണ ഉപയോഗിച്ചാണ്. നല്ലെണ്ണ ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ നല്ല മണം കിട്ടും. അപ്പോൾ നമുക്ക് ചൂടായ നല്ലെണ്ണയിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കാണിച്ചതായ വെളുത്തുള്ളി ചേർക്കണം. വെളുത്തുള്ളി ഞാൻ 2 കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. വെളുത്തുള്ളിയോടൊപ്പം തന്നെ നമുക്ക് പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഏകദേശം 1-2 മിനിറ്റോളം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചതായ നമ്മുടെ മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടില്ല. ഈ മുളക് നമ്മുടെ ഈ എണ്ണയിൽ ഒന്നുകൂടെ വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ, മുളകിൻ്റെ ഒരു പച്ചമണം, മുളകും അതുപോലെ തന്നെ നമ്മൾ കടുകും ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. 2 മിനിറ്റോളം നമുക്ക് ഇങ്ങനെ തന്നെ വഴറ്റി കൊടുക്കണം. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരും. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 സ്പൂൺ നിറച്ച് ഉലുവപ്പൊടി ചേർക്കാം. ഇത് കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർത്ത് ഇതിനൊന്ന് ലൂസാക്കി എടുക്കണം. ഇത് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കായം പൊടി ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ കായം മുഴുവനായി ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കായം എല്ലാ ഭാഗങ്ങളിലും എത്തുന്ന രീതിയിൽ നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെച്ച മാങ്ങ ഒന്ന് നോക്കിയിട്ട് വരാം. ഏകദേശം ഒരു 4-5 മണിക്കൂറോളം ഞാൻ റെസ്റ്റ് ചെയ്യാനായി വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പ് എല്ലാ ഭാഗത്തും നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ അലിഞ്ഞ് അടിയിൽ വെള്ളം ഉണ്ട്. ഇനി നമ്മൾ ഇപ്പോൾ തിളപ്പിച്ച് വെച്ചതായ ഈ ഗ്രേവി, മുളകിൻ്റെ ഗ്രേവി നമുക്ക് ഇതിലേക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഗ്രേവി ഒഴിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഗ്രേവി ഒരല്പം തണുത്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. ചൂടോടുകൂടെ ഒഴിക്കണ്ട. ഇപ്പം ഞാൻ ഗ്രേവി ഇതിൽ ഡയറക്റ്റായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ മാങ്ങയിലേക്ക് ഒഴിച്ച് ഇതിനെ നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനെ ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെയാണ് നമ്മൾ ഈ അച്ചാർ തയ്യാറാക്കിയത്. ഒത്തിരി സമയമൊന്നും നമുക്കിതിന് എടുക്കുന്നില്ല. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. മാങ്ങ ഒരല്പം റെസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം മാത്രമേ നമുക്ക് ഒരുപാട് എടുക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. ഈ ഒരു അച്ചാർ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ്. ഇതിനെ നമുക്ക് ഒരു ഗ്ലാസ് ജാറിൽ അടച്ച് ഫ്രിഡ്ജിൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും സൂക്ഷിച്ച് വയ്ക്കാം. മാത്രമല്ല ഇത് ചോറിനോടൊപ്പം ഒക്കെ ചേർത്ത് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. തീർച്ചയായും ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു പുതിയ വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. മാത്രമല്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.